ആളുകൾ ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്, ഈ ഫോൺ വിളിച്ചിട്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിച്ചു, ഒരു സഹോദരൻ കരയുവാങ്ങ്. ഞാൻ പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ദുആ പറഞ്ഞു, അല്ലോ ഉസ്താദേ, അല്ലോ എൻ്റെ പൊന്നുസ്താദേ, ഉസ്താദെ ഒന്ന് കിട്ടാൻ വേണ്ടി ദുആ ഇറക്കണം ഉസ്താദെ, ഒഴിവാക്കാൻ വേണ്ടി ഒരു എന്തെങ്കിലും ഒരു ദുആ വേണം അവളെ കിട്ടാൻ. നമ്മൾ ഉള്ളതെങ്ങനെങ്കിലും കട്ടാക്കി വിടാൻ നോക്കാൻ, ഇതിപ്പോ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനത്തെ ദുആ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എത്ര എണ്ണത്തിന് ആവാഹിച്ചെടുത്തേനെ. അങ്ങനെയല്ല ദുആ അല്ല, കബൂലാക്കി കിട്ടാൻ വേണ്ടിട്ട്. ആ ചങ്ങാതി ഒരു ഹൈന്ദവ പെണ്ണിനെ, മുസ്ലിം പെണ്ണിനെ സ്നേഹിച്ചു. അപ്പൊ അത് കിട്ടണം, അവൾക്ക് ഇവനെ ഇഷ്ടമാണ്, ഭയങ്കര തൃപ്തിയാണ്, എല്ലാം തൃപ്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാഹത്താണ്, എല്ലാം റാഹത്താണ്. കുടുംബത്തിലും അവരുടെയും പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല. പക്ഷെ ആരോ ചിലരുടെ ചില തടസ്സങ്ങളുടെ പേരിൽ അത് ഒഴിവാക്കി എന്നെ അതിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നിൽക്കുകയാണ്. അപ്പൊ അവളെ പിന്നെ വിളിക്കാൻ കഴിയാത്തതിന്റെ വല്ലാത്ത വിഷമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കൊന്ന് വിളിച്ചേ പറ്റുള്ളൂ ഉസ്താദെ, ഒന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞോളാം ഉസ്താദ്, എന്തെങ്കിലും ഒരു ദുആ പറഞ്ഞു കൊടുക്കാൻ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുക, എവിടെ പോയി പയ്യനെ യോജിക്കാനുള്ള ദുആ കിട്ടാൻ. ഇതിപ്പോ ഇങ്ങനെ തപ്പിയെടുക്കാൻ പറ്റും, എവിടെ പോയി തപ്പി. ഞാൻ പറഞ്ഞു നിന്റെ മനസ്സിന്റെ അൻകലാപ്പ് മാറിക്കിട്ടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ ഒരു 7 ദിവസം ഇസ്തിഖാറ നമസ്കരിച്ചിട്ട് ഇന്ന ദുആകളൊക്കെ ചെയ്യും. അത് ഹൈറാണെങ്കിൽ ഇപ്പൊ എങ്ങനെ കബൂലാക്കാനുള്ള ദുആ ഉണ്ട്, ഉള്ളത് പോകാൻ വേണ്ടി ഒരു ദുആ പറഞ്ഞു തരാം. എന്താ പറയണോ? അത് ആരും വേണ്ടതല്ല. വേണ്ട, അണങ്കൂരിലെ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ടിരുന്നോ ഇത് പോകുന്നതിന് വേണ്ടി ഒരു ദുആ പറഞ്ഞു തരാം. അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും മനസ്സിൽ നിന്ന് ഇത് മാറിക്കിട്ടും. എന്താ പറ്റുമോ? പറഞ്ഞു തരണോ? വയസ്സന്മാര് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കും ഉണ്ടല്ലോ ഇനി ഉടച്ചവനെ. നിങ്ങൾ ശരിയാ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരാള് ഒരു പെണ്ണോട് ഫോൺ വിളിച്ചിട്ട് അവസാനം റെയിൽവേ സ്റ്റേഷനിൽ 65 വയസ്സായ കളവൻ, ഈ പെണ്ണ് 15 വയസ്സ്. അപ്പോളെ യുവതികളുടെ ട്യൂണാക്കാൻ പറ്റും മൊബൈലിൽ, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ആ രീതിയിൽ വിളിച്ചാൽ ഇപ്പൊ അബൂബക്കർ മുസ്ലിയാരെ വിളിക്കുന്നതെന്ന് അറിയില്ല സംഭവം. അപ്പൊ ഒരു പെണ്ണാണ് സംസാരിക്കുന്ന അതേ കോലത്തിലൊക്കെ ചാറ്റിംഗ് ഉണ്ടാവും. സൂക്ഷിച്ചോളി, പ്രത്യേകിച്ച് ഉസ്താദന്മാരെ സൂക്ഷിച്ചോളി. കാരണം നമ്മളെ അടുത്ത് ഇങ്ങനെ ചൊറക പറഞ്ഞിട്ട് നല്ല രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ജമീല കൊള്ളാലോടി നിന്റെ സംസാരം, ഇതെല്ലാം കൂടെ അമ്മമാരത് എടുത്ത് വെച്ചിട്ട് അവസാനം നെറ്റി കൊണ്ടുപോയിടും. ഇതാ കേട്ടോളി, ഇപ്പൊ ഉസ്താദ് സംസാരിക്കുന്ന കേട്ടോളി എന്ന്. അതുകൊണ്ട് സൂക്ഷിച്ച്, ഭയങ്കര പേടിയായി. ഈ ഫോൺ വിളിക്കുന്നത് തന്നെ ഇപ്പൊ ഭയങ്കരമായ പേടിയാണ്. കാരണം അള്ളാഹയെ പോലും നമുക്ക് ഇത്ര പേടിയില്ല, മനുഷ്യരെ ഇത്രയ്ക്ക് പേടിയാണ്. അത് തന്നെ കറക്റ്റ്. കാരണം എന്താ, നമ്മുടെ മുന്നിൽ നേരിൽ കാണുമ്പോ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാകുന്നു. നേരിൽ കാണുമ്പോ ഇത് റെക്കോർഡിങ് നടക്കുന്നുണ്ട്, നമ്മുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരിൽ കാണുന്നത് കൊണ്ട് നമ്മൾ അതോടുകൂടി നടക്കുന്നു. ക്യാമറയുടെ മുന്നിൽ പോകുമ്പോ സഹോദരിമാരൊക്കെ ഒന്ന് ഔറത്തുകൾ മറയ്ക്കുന്നു, സൂക്ഷിക്കാറുണ്ട്. ക്യാമറ ഇല്ല എന്ന് കാണുമ്പോൾ അവരുടെ ഹാല് തന്നെ മാറിപ്പോകാറുമുണ്ട്. ദൂരെ നിന്ന് ഒപ്പിയെടുക്കുന്ന കാര്യം അവരറിയുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്റെ ഓരോ രഹസ്യങ്ങൾ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോ നമുക്ക് അതിന് വലിയ വിലയില്ല. നിന്റെ 2 ഭാഗത്തും ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. റഖീബ് അതീദ്, ഓരോ രഹസ്യങ്ങളും ഓരോ വാക്കുകൾ പറഞ്ഞാലും അത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കും വിലയില്ല. അതുകൊണ്ട് മനസ്സിലാക്കി ജാഗ്രതയായിട്ട് കഴിഞ്ഞു കൂടിക്കോളെ സഹോദരിമാരെ, സഹോദരങ്ങളെ. നമ്മൾ സ്വർഗത്തിന്റെ മക്കളാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു സഹോദരിയെ കുറിച്ച് പറഞ്ഞത്, ഒരു ഭാര്യയെ കുറിച്ച് പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വനിതകൾ വന്ന് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, സ്വഹാബാക്കളെല്ലാം ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുകയാണ്, അവരെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പോവുകയാണ്. അല്ലാഹുവിന്റെ ഉന്നതമായ പദവികളിലേക്ക് അവരിതാ കടന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഭാര്യമാരായ ഞങ്ങൾക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞങ്ങളും കൂടെ വരട്ടെയോ നബിയേ, വരട്ടെയോ നബിയേ. പരസ്യമായി രംഗത്തേക്ക് പോകുന്നതിന് വേണ്ടി, പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹാബത്ത് വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അയ്യുമാ ഇംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്ത് ഖംസഹാ, 5 നേരം അവൾ കൃത്യമായി നമസ്കരിച്ചിട്ട് വസാമത്ത് ഷഹ്റഹാ, പരിശുദ്ധ റമദാനിന്റെ നോമ്പിനെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് വഅതാഅത ബഅലഹാ, തന്റെ ഭർത്താവിനെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ഏതൊരു പെണ്ണ് തന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നുവോ
സ്വർഗത്തിന്റെ ഏത് വാതിൽക്കലൂടെ വേണമെങ്കിലും, അവൾ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ ഏത് വാതിൽക്കലൂടെയാണെങ്കിലും അവൾ പ്രവേശിച്ചു കൊള്ളട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബത്ത് വനിതകളോട് നൽകിയ മറുപടിയാണ്. എന്നാ നിങ്ങളും കൂടെ വാ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ബാ എന്ന് പറഞ്ഞോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പറഞ്ഞോ? ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, വരണ്ട, പോ, വീട്ടിനുള്ളിൽ പോയി അവിടെ ഔറത്ത് മറച്ച് ഭർത്താവിനെ ഇഷ്ടപ്പെട്ട്, ഭർത്താവിനെ അനുസരിച്ച് തൃപ്തിപ്പെട്ട്, ഭർത്താവിനെ വഞ്ചിക്കാതെ അള്ളാഹെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂട്. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിനക്ക് ജിഹാദ് ചെയ്തതിന്റെ കൂലി, ഹജ്ജ് ചെയ്തതിന്റെ കൂലി, ഉംറ ചെയ്തതിന്റെ കൂലി, എല്ലാ കൂലിയും കിട്ടും. ഒരു സഹാബി അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഇതാ ബൈഅത്ത് ചെയ്യുകയാണ്. അള്ളാന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ ഞാൻ തയ്യാറാണ് ഹബീബേ. അതിനനുവാദം നൽകണം നബിയേ. മാത്രമല്ല, എന്റെ ഭാര്യ അവൾ ഹജ്ജിന് വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ, എനിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ മടങ്ങിപ്പോകൂ സഹോദരാ. നിനക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിലെ പങ്കാളിത്തം വഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവൾ ഹജ്ജിന് പോകുന്നു, ഞാൻ അള്ളാന്റെ മാർഗത്തിലേക്ക് വരുന്നു. അള്ളാന്റെ റസൂലെ, അങ്ങ് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കും. അള്ളാഹ് റസൂൽ, വേണ്ട, പോളെ ഒറ്റയ്ക്ക് ഹജ്ജിന് വിട്ടിട്ട് നീ ധർമ്മസമരത്തിന് പോകുന്നല്ലേ? അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. അവളെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നീ എവിടെങ്കിലും കടയിൽ കച്ചവടം ചെയ്തിട്ട് ഓൾക്ക് പൈസ കൊടുത്തിട്ട് പറയാ, നീ പോയി ഷോപ്പിംഗ് നടത്തിക്കോ, നിനക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങിക്കോ, എന്നിട്ട് നീ അവിടെ പറഞ്ഞാൽ മതി, ഇന്നാള് വിളിച്ച് പറഞ്ഞതാ, ഞാൻ പറഞ്ഞോളാം, നീ പോയി വാങ്ങിക്കോ. അങ്ങനെ ഒറ്റയ്ക്ക് പോവുക. ബ്ലൗസൊക്കെ എടുത്തു കൊടുക്കും, തുണിയൊക്കെ എടുത്തു കൊടുത്ത് നോക്കും, വളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് റാഹത്തടക്കും, കൈ കൊണ്ട് കൊടുക്കും. വള കയറുന്നില്ല, ഒന്നുകൂടെ പിടിച്ചു, നല്ല റാഹത്തായിട്ട് പിടിച്ച വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. കടയിൽ കൊണ്ടുപോയി നല്ല പാങ്ങണ്ട, ഇത് കുറച്ച് ടൈറ്റ്, അത് ഊരി കൊടുക്കും. അയ്യോ, അവന് ഊരാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, അടുത്ത് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ 5-6 പ്രാവശ്യം ആകുമ്പോൾ എന്താ റാഹത്ത്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ശൈബത്ത് എല്ലാം നബിതങ്ങളെ നല്ല പേരോട് കൂടിയാണ് കണ്ടിരുന്നത്. നല്ലവൻ. അള്ളാന്റെ റസൂൽ, അത് ഹറാം, ഇത് ഹറാം, അത് പാടില്ല, ഇത് പാടില്ല, അത് അനുവദനീയമല്ല, കള്ളൻ, കസാബ്, സാഹിർ, എന്തെല്ലാം നബിയുടെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുവരെയ്ക്കും നബി ആരായിരുന്നു? അല്ലമീൻ. സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ നബി തങ്ങളെ കള്ളനാണ്, വ്യാജനാണ്, കപടനാണ്, മുനാഫിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് മേൽ ആരോപണം അഴിച്ചുവിട്ടില്ലേ? അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പറയുന്നു. സ്വർഗത്തിന്റെ മക്കളാകാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രഭാഷണമാണിത്. സ്വർഗത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രഭാഷണം, അല്ലാതൊന്നുമല്ല. നിങ്ങൾ യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് നടക്കാം, ആരും നിങ്ങളെ എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ സഹോദരിയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ പെൺകുട്ടിയാണ്, അവളുടെ മാനമാണ് പിച്ച് ചീന്തപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. പിന്നെ അലല്ലാഹ്, പടച്ചവനെ നിന്റെ തീരുമാനം, അല്ല ഞങ്ങൾ എന്താ. നമ്മുടെ ചെറുപ്പക്കാര് ഫോൺ വിളിച്ചിട്ട് വാഗ്ദാനം ചെയ്യും, നിന്നെ ഞാൻ കെട്ടിക്കോളാം, നിനക്ക് ഞാൻ ഇന്നത് വാങ്ങിത്തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ജയിച്ചു പോകുന്ന MP, MLA, മന്ത്രിമാർക്ക് പോലും വാഗ്ദാനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണ് ഈ ജോലിയില്ലാത്ത ഈ ചങ്ങാതിക്ക് റീചാർജ് ചെയ്യാൻ പോലും ഗതിയില്ലാത്ത ഈ ചങ്ങാതി എങ്ങനെയാണ് ഇവിടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക? അപ്പോൾ ഒരു പെണ്ണിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. അവസാനം ആ പെണ്ണിന്റെ കണ്ണുനീരിലൂടെ നിന്റെ ജീവിതം തകർന്നു പോകും. ചെറുപ്പക്കാരെ സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ലേ, വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ, വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ ഇൻ അറദ്ന തഅസ്സുനൻ ലിതബ്തഗൂ അർളൽ ഹയാത്തിദ് ദുനിയാ.
ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ അശ്ലീലതകളിലേക്കോ അനാവശ്യത്തിലേക്കോ നീ നിർബന്ധിക്കരുതേ. ചെറുപ്പക്കാരാ, യുവാക്കളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്. ആരുടെ മുന്നിലും തന്റെ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങളെ തുറന്നു കൊടുക്കാത്ത പെണ്ണാണ്. നിന്നോട് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ട് മൊബൈലിലൂടെ സംസാരിച്ച് സല്ലാപവും നർമ്മസല്ലാപവും പങ്കിട്ട ഒരു പെണ്ണായിരുന്നു. നിന്നിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചത് കേവലം ഒരു സ്നേഹ പ്രകടനം മാത്രമാണ്, ഒരു സ്നേഹം മാത്രമാ. അവളുടെ ശരീരത്തിന്റെ ലാവണ്യം നിനക്ക് ഒപ്പിയെടുക്കാൻ ഒരു കാരണവശാലും അവൾ അനുവദിക്കുകയില്ല. അങ്ങനെ അനുവദിക്കാത്ത ഒരു പെണ്ണിനെ അവസാനം ചീറ്റിങ്ങിലൂടെ നീ അവളെ അനാശാസ്യത്തിലേക്ക്, അധർമ്മത്തിലേക്ക്, അശ്ലീലതകളിലേക്ക് നിർബന്ധിക്കരുതേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കപടന്മാര്, കപടവിശ്വാസികൾ, മുനാഫിക്കീങ്ങളുടെ സ്വഭാവങ്ങൾ എന്തായിരുന്നു? ആ നാട്ടിലുള്ള ഏറ്റവും നല്ല ചുറുചുറുക്കുള്ള പെണ്ണുങ്ങളെ കണ്ടുപിടിക്കുകയാണ്. ഇന്ന് മൊബൈലുകൾ ഉണ്ടെങ്കിൽ തത്തുല്യമായ ഓരോ കമ്പി പോലുള്ള അവരോട് നർമ്മസല്ലാപത്തിൽ സംസാരിക്കുമായിരുന്നു, അവളോട് പ്രേമഭാജനം എന്ന നിലയിൽ സംസാരിക്കുമായിരുന്നു, ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുമായിരുന്നു. അവസാനം അവളുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുമായിരുന്നു. അങ്ങനെ രഹസ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അവളെ ചീറ്റിംഗ് ചെയ്തിട്ട് പറയുമായിരുന്നു, എടീ പെണ്ണേ, എന്റെ കൂട്ടുകാരോടൊപ്പം ഇത്ര ദിവസം നീ മണിയറ പങ്കിട്ടില്ല എങ്കിൽ, ഇത്ര ദിവസം നീ കിടപ്പറ പങ്കിട്ടില്ല എങ്കിൽ നിന്റെ ഓരോ രഹസ്യങ്ങളും ഞാൻ അങ്ങാടയിൽ പാട്ടാക്കുമെന്ന് ആ കപടന്മാര് പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോ നിർബന്ധിത സാഹചര്യത്തിൽ ആ അറേബ്യൻ പെണ്ണുങ്ങൾ പോലും അവരുടെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പണയപ്പെടുത്തേണ്ടി വന്നു. ആ സന്ദർഭത്തിലാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുമ്പിലേക്ക് ഇദാ ജിബ്രീൽ എന്ന മാലാക അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സന്ദേശവുമായി ഇറങ്ങി വരികയാണ്. വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ ഇന്ന അറദ്നാ തഹസ്സുനൻ ലിതബ്തഗൂ അറളൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിന്റെ ആവശ്യത്തിന്, ദുനിയാവിന്റെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആകൃഷ്ടയായി പോയ പെണ്ണ് ഒരു പക്ഷേ നിന്റെ സംസാരം കേൾക്കാൻ കൊതിക്കുന്ന പെണ്ണായിരിക്കാം. അതല്ലാതെ നിന്റെ ശരീരം അവൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ പോലും നിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശ്ലീലതകളും അവൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു സുന്ദരിയും സുശീലയുമായ ഒരു പെണ്ണിനെ ഒരു സമയമെത്തുമ്പോ അവളെ നീ നിന്റെ കിടപ്പറയിലേക്കോ, ലോഡ്ജിലേക്കോ, ഹോട്ടലിലേക്കോ, മോട്ടലിലേക്കോ നീ അവളെ നിന്റെ ശാരീരിക വൃത്തിക്ക് വേണ്ടി അവളെ ക്ഷണിക്കരുതേ, അവളെ നിർബന്ധിക്കരുതേ. പരിശുദ്ധ ഖുർആൻ യുവാക്കളോടുള്ള ഖുർആനിന്റെ താക്കീതാണ്. ഫോൺ വിളിക്കും, ചീറ്റിംഗ്, നല്ല വിളി ഒടുക്കാലത്തെ വിളിച്ച് അവസാനം നമുക്കൊരു ദിവസം കറങ്ങുമ്പോൾ മംഗലാപുരത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട്, ലോഡ്ജിലൊക്കെ ഒന്ന് പോയിട്ട് മട്ടൻ ചാപ്സ്, ചില്ലി ചിക്കൻ, ഷവർമ, ഷവായ, ഫഹ്മ്, റോസ്റ്റഡ് എല്ലാം കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്കൊരു ദിവസം വരാം. വരുമോ? ഉപ്പ നിങ്ങൾ ദുബായ്ക്ക് പോകുമ്പോൾ വന്നാൽ മതി. ഉപ്പ മംഗലത്തിന് പോകുന്ന ഒരു ദിവസം വന്നാൽ മതി. ഉപ്പ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വന്നാൽ മതി. അത് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. പർദ്ദയിട്ട് നിഖാബ് ഇട്ടിട്ട് മംഗലാപുരത്ത് ഇന്ന വണ്ടിയിൽ കയറിയിട്ട് എത്രാമത്തെ സീറ്റിൽ ഇരുന്നാൽ മതി. ഞാൻ ബാക്കിലിരിക്കും, അടുത്ത് വന്ന് ഞാൻ ഇരുന്നോളാം. ഉപ്പള കഴിഞ്ഞിട്ട് പർദ്ദ ഊരിയാൽ മതി. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കഴിയല്ലോ. അങ്ങനെ പോവാ. വലാ തുക്രിഹു ഫതയാതികും. ഒരു പെണ്ണിനെ അങ്ങനെ നിർബന്ധിക്കരുത്. ഖുർആന്റെ പ്രഖ്യാപനമാണ്. അവസാനം ഇവന്റെ ഫോണിന്റെ വെളിയിൽ മയങ്ങിയിട്ട് അവള് നിർബന്ധിത സാഹചര്യത്തിൽ ഇറങ്ങി വരും. കാരണം അത്രയ്ക്കുള്ള വിളിയല്ലേ. മാഷാ അല്ലാഹ്, എന്താ വിളി! ഫോണില് സുബഹിക്ക് ആ 5 മണിക്ക് ചെവിയിൽ വെച്ചാൽ വൈകിട്ട് 7:30 ആവുമ്പോഴാണ് ചെവിയിൽ നീ സാധനം താഴോട്ട് എടുക്കുന്നത്. എല്ലാം നല്ല റായത്താണ്. അപ്പൊ ഇവള് വീണ് പോകൂലേ?
പെട്ടെന്ന് വീണു പോലെ. പെണ്ണിന്റെ സംസാരം എന്ന് പറയുന്നത് അത് പിശാചിന്റെ സംസാരം പോലെയാണ്, പിശാചാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കാരണം രസമാണ് കേൾക്കാൻ, നമ്മുടെയും അതേപോലെ അവർക്കും രസമാണ് കേൾക്കാൻ. അത് രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ രസത്തിൽ വീണിട്ടാണ് ഈ പെണ്ണുങ്ങൾ ഈ തെറ്റിലേക്ക് വീണു പോകുന്നത്. അത് അല്ലാഹ് പ്രത്യേകം എടുത്തു പറയുന്നു, ചെറുപ്പക്കാരാ, ഒരു പെണ്ണിനെയും അങ്ങനെ നീ നിർബന്ധിക്കരുതേ. വാട്സപ്പിലൂടെ, ചീറ്റിങ്ങിലൂടെ, ചാറ്റിങ്ങിലൂടെ, മൊബൈലിലൂടെ, ബ്ലൂടൂത്തിലൂടെ അല്ലേ, ഒരു പെണ്ണിനെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുമ്പോൾ ആ ഖുർആനിന്റെ സാരഥികളായ നമ്മൾ അത് ഏറ്റെടുക്കാൻ ഞാനടക്കം ബാധ്യസ്ഥനാണ്. അല്ലാഹ് അതിന് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ എന്തൊന്ന് കാണുന്നു ദുനിയാവിലെ പുതിയ പുതിയ ആഡംബരങ്ങളും രസങ്ങളും നാം കാണുമ്പോ അതിനെ പരിപൂർണമായി മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. ആ കാലഘട്ടം സംജാതമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മസ്ജിദുകളും പരിശുദ്ധ ഖുർആനും അത് ഒരു വിലയില്ലാത്ത അവസ്ഥയിലായി പോകും. അല്ലാഹുവിന്റെ ഭവനങ്ങളും പരിശുദ്ധ ഖുർആൻ ആയത്തുകളും. ശരിയാണ്, ഖുർആനിന്റെ ആയത്തുകൾക്ക് വിലയുണ്ടോ? ഇല്ല. ഖുർആനിന്റെ ആയത്തുകൾ റിംഗ് ട്യൂൺ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഖുർആനിന്റെ ആയത്തുകൾ ഓതേണ്ടതിന് പകരം പരിശുദ്ധമായ ഖുർആൻ 100 ആയത്തെങ്കിലും പാരായണം ചെയ്യണേ. എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ മുഴുവനും നമ്മൾ ഓതിയിരിക്കണം. അത് നമ്മൾ ഖുർആനോടുള്ള ബാധ്യതയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അള്ളാഹുവിന്റെ ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഭവനങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ടതിന് പകരം വയസ്സന്മാര് നമസ്കരിക്കുമ്പോ ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറുപ്പക്കാരായ സഹോദരങ്ങൾ വെയിറ്റിംഗ് ഷെഡിലും വഴിയോരങ്ങളിലും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യജീഉ യൗമൽ ഖിയാമ, ഓർക്കണേ, മസ്ജിദിന്റെ പരിസരത്ത് താമസിക്കുന്നവരെ, പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ, മഹല്ലിന്റെ പരിസരത്ത് താമസിക്കുന്നവരെ. ഒരു പള്ളിയുടെ പരിസരത്ത് താമസിക്കാന്ന് പറഞ്ഞാല് 40 വീട്. ബാങ്ക്, മറ്റൊരു റിവായത്തിൽ ബാങ്ക് വിളി ആര് കേൾക്കുന്നോ അതാണ് മസ്ജിദിന്റെ ജാറുൽ മസ്ജിദ്, മസ്ജിദിന്റെ അടുത്ത് താമസിക്കുന്നവരെന്നർത്ഥം. ജാറുൽ മസ്ജിദ്. നബി തങ്ങളോട് ചോദിച്ചതാണ്, ആരാണ് മസ്ജിദിന്റെ അരികിലുള്ളത്? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ആരാണ് മസ്ജിദിന്റെ അരികത്ത് താമസിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്ക് ആരൊരാൾ കേൾക്കുന്നുവോ ആ കേൾക്കുന്നവർ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കട്ടെ. ഖിയാമത്തിന്റെ അടയാളമായി, അല്ലാഹുവേ, എന്നെ പാഴാക്കിയവരാണ് നിന്റെ ദാസന്മാർ, എന്നെ പാഴാക്കിയവരാണ് നിന്റെ ദാസന്മാർ, എന്നെ നഷ്ടപ്പെടുത്തിയവരാണ്, എന്നെ തകർത്ത് കളഞ്ഞവരാണ്. ഈ പള്ളികൾ പൊളിച്ചു കളയുന്നത് ആരാണ്? അത് മുസ്ലിം സമുദായമാണ്. എങ്ങനെ നമസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോ ഈ പള്ളി നാളെ റബ്ബിന്റെ കോടതിയിൽ പോയിട്ട് പറയുകയാണ്, പടച്ച തമ്പുരാനെ, നിന്റെ ദാസന്മാര് എന്നെ തകർത്തു കളഞ്ഞു, നിന്റെ ദാസന്മാർ എന്നെ നശിപ്പിച്ചു കളഞ്ഞു, നിന്റെ ദാസന്മാർ എന്നെ പാഴാക്കി കളഞ്ഞു എന്ന് നമസ്കാരത്തിന് വേണ്ടി ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, നിനക്കെതിരെ ഓരോ മഹല്ലിലെ പള്ളികളും അള്ളാന്റെ കോടതിയിൽ പരാതി ബോധിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മസ്ജിദുകൾ, പള്ളികളിൽ നമ്മൾ നമസ്കാരത്തിന്റെ സമയത്തുമ്പോ ചെറുപ്പക്കാരൊക്കെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് കഫേയിലാണ്. പള്ളിയിൽ വന്നാൽ തന്നെ വെളിയിൽ ഇങ്ങനെ കാമത്ത് കൊടുക്കുന്നവരെ സാധനത്തിൽ കുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് മൊബൈൽ ഓൺ ആക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കും. സുജൂദിന്റെ സ്ഥാനത്ത് നോക്കേണ്ടതിന് വരും. എവിടേക്കാ നോക്കുക? മൊബൈലിലേക്ക്. പോയില്ലേ? മൊബൈൽ ഓഫാക്കി വെക്കാതെയാണ് പള്ളിക്കകത്തേക്ക് കയറുന്നത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ഒരു ചിന്ത പോലും നിന്നെ അലട്ടുന്നില്ലയോ ചെറുപ്പക്കാരാ?
നീ അള്ളാന്റെ വീട്ടിലല്ലയോ നിൽക്കുന്നത്? നിശബ്ദതയോടുകൂടി കയറേണ്ടവനല്ലേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ മസ്ജിദിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇദാ അതൈതുമുസ്സലാത്ത ഫഅതൂഹാ വഅലൈക്കും ബിസ്സകീന വലാ തഅതൂഹാ വഅൻതും തസ്ഔൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ മസ്ജിദിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്, അല്ലാഹുവിന്റെ മസ്ജിദിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ പള്ളികളിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ധൃതി പിടിച്ച് കടക്കരുത്, ധൃതി പിടിച്ച് ഓടി പള്ളിക്കുള്ളിലൂടെ ഓടരുതേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എത്ര മഹത്വം! മൊബൈൽ ഫോൺ ഓഫാക്കാത്തവർ ശ്രദ്ധിച്ചോളി. പള്ളിയോടുള്ള ഹുർമത്താണ്. നാളെ പള്ളി ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽപ്പെട്ടതാണ്, നാളെ പള്ളി അള്ളാന്റെ മുന്നിൽ പോയിട്ട് പരാതി പറയും. എന്താ പരാതി? ആരുമില്ല, എന്നെ പാഴാക്കി കളഞ്ഞു, എന്നെ നശിപ്പിച്ചു കളഞ്ഞു പടച്ച തമ്പുരാനെ. എന്റെ പള്ളിക്കകത്ത്, നിന്റെ പള്ളിക്കകത്ത്, നിന്റെ മസ്ജിദിനകത്ത് വെസ്റ്റേൺ മ്യൂസിക് മുഴങ്ങിയല്ലോ അല്ലാ, മാപ്പിളപ്പാട്ടുകളും ഒപ്പരാനെ, എന്നെ നശിപ്പിച്ചു കളഞ്ഞു തമ്പുരാനെ എന്ന് പള്ളികൾ നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ പോയി പരാതി ബോധിപ്പിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയാൽ തന്നെ ഇമാം റുകൂഇൽ നിൽക്കുമ്പോ നിങ്ങൾ ഒളുവെടുത്തിട്ട് ധൃതി പിടിച്ച് ഓടിപ്പോകരുത്. ഫഅതൂഹാ വഅൻതും തസ്ഔൻ. നിങ്ങൾ ആ പള്ളിയിലേക്ക് പോകുന്നത് മെല്ലെ മെല്ലെ സാവകാശം നടന്നു പോകണമേ. ഓടരുതേ. അള്ളാന്റെ വീടാണ്, അള്ളാന്റെ ഭവനമാണ്. ഇദാ അദ്റക്തും ഫസല്ലു വഇദാ ഫാതകും ഫാതിമു. നിങ്ങൾ ഓടാതെ മെല്ലെ സാവകാശം നടന്നുപോയി നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റക്അത്ത് നിങ്ങൾക്ക് മതിയായതാണ്. ആ നമസ്കാരം പൂർത്തിയായാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ പൂർത്തീകരിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി. ഓടും. അതുവരെ എവിടെ പോയിരുന്നു? ബാങ്ക് വിളിച്ച് 20 മിനിറ്റ് സമയം മൊബൈലിലൂടെ കളിച്ചുകൊണ്ടിരുന്നു. വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇഖാമത്തിന്റെ സമയം ഓടി വരും, എന്നിട്ട് ഒളിവെടുത്തിട്ട് ഓടാൻ പാടില്ല. അങ്ങനെ ഓടാൻ പാടില്ല. മംനൂ, നിരോധിച്ചിരിക്കുകയാണ്. നാളെ പള്ളി നമുക്കെതിരെ പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മസ്ജിദുകൾ അനുകൂലമാകണം. കാരണം എന്റെ ചെറുപ്പക്കാരാ, നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ, നീ സുജൂദ് ചെയ്ത പള്ളിയുടെ മുസല്ല നീ മരണപ്പെട്ടു പോകുമ്പോ നിനക്ക് വേണ്ടി 40 ദിവസം കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരിമാരെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച പള്ളിയുണ്ടല്ലോ. അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നത്തഖിദൽ മസാജിദ ഫിദ്ദുവരി വ അൻ തുതയ്യബാ വ തുതഹറാ വ തുനല്ലഫാ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, കമാ ഖാല റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഒരു പള്ളി നിർമ്മിക്കാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമസ്കരിക്കാൻ ഒരു മുറി ഉണ്ടാക്കുക. ആ നമസ്കാര മുറിയിൽ ആണുങ്ങളല്ല നമസ്കരിക്കേണ്ടത്, പെണ്ണുങ്ങളാണ്. ആയിഷ ബീവി പറയുകയാണ്, ഞങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് വീട് വൃത്തിയാക്കാൻ, വീട്ടിനകത്തൊരു പള്ളി കെട്ടാൻ, ആ പള്ളി വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിക്കണേ എന്നും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലെ മുസല്ലയിൽ നമസ്കരിച്ചാൽ, ആ നമസ്കരിക്കുന്ന പെണ്ണ്, ഈ പള്ളിയിൽ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ, യബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ, 40 ദിവസങ്ങളോളം ആ സുജൂദ് ചെയ്ത സ്ഥലം ഈ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ സ്ഥലം അവന് വേണ്ടി കണ്ണീരൊലിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറുപ്പക്കാർ നമസ്കരിക്കുമ്പോൾ ആ മുസല്ല കരയും, അല്ലാഹ് അവന് നീ പുറത്തു കൊടുക്കണേ. എല്ലാ ദിവസവും ഇവിടെ വന്ന് സുജൂദ് ചെയ്തവനായിരുന്നു, ഇന്നവൻ മരിച്ചുപോയി, നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യും. നമസ്കരിക്കുന്ന സ്ഥലം മുസല്ല. ആരാ ഇപ്പൊ മുസല്ല ഒക്കെ ശ്രദ്ധിക്കാറുള്ളത്? പള്ളിയിൽ വീട്ടിലുള്ള മുസല്ലയുടെ പഴക്കം എത്ര? എങ്ങനെ പോലെ ഒരു 12 വർഷം കാണും.
പണ്ട് ഉപ്പ ഗൾഫിലും ദുബായ്ക്ക് പോയപ്പോ കൊണ്ടുവന്ന മുസല്ലാണ്. നല്ല സുഖമായിരുന്നു അന്ന്, സോഫ്റ്റ് മുസല്ലയിൽ സുജൂദ് ചെയ്യാൻ. ഇന്ന് ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തൊരു തണുപ്പടിക്കും. എന്തേ തണുപ്പ്? താഴത്തെ ഗ്രാനൈറ്റിന്റെ തണുപ്പ്. കാരണം ഓട്ട വീണ് സാധനത്തിന്. സുജൂദ് ചെയ്ത് ഓട്ട വീണ്. മുസല്ല 3 അടയാളം, 2 മുട്ട് വെച്ച് അടയാളം, 2 നെറ്റി വെച്ച് അടയാളം. മുസല്ലയ്ക്ക് മാറ്റാറില്ല. കാരണം മുസല്ല വലിയ മുസല്ല വലിയ. എന്നാലോ അവരിയ്ക്കുന്ന സോഫ, അവരിയ്ക്കുന്ന കസേര, അവർ കിടക്കുന്ന ബെഡ് 40,000 റുപ്യയുടെ കയറി കിടന്നാൽ നല്ല സുഖം കിടക്കാൻ. 40,000 റുപ്യ. പുതിയ ഡ്രസ്സ് വാങ്ങിട്ട് നിസ്കരിക്കുന്ന ആരാ? പുതിയ ഡ്രസ്സ് വാങ്ങിട്ട് നിസ്കരിക്കുന്ന ആരാ? അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ ഭവ്യതയോടുകൂടി നിൽക്കും, അല്ലെങ്കിൽ നാളെ എതിര് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പക്കാർ മസ്ജിദിനോടുള്ള ഉത്തരവാദിത്വം, ഇല്ലെങ്കിൽ മസ്ജിദ് നമുക്കെതിരെ പ്രാർത്ഥിക്കും. രണ്ടാമത് ഖുർആൻ നാളെ റബ്ബിന്റെ മുന്നിലേക്ക് വന്ന് പരാതി പറയും. ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആൻ ഒരിക്കലെങ്കിലും നീ പാരായണം ചെയ്തിട്ടുണ്ടോ? ദുനിയാവിൽ എത്ര നെറ്റുകളിലൂടെയാണ്, കമ്പ്യൂട്ടറിലൂടെയാണ് നീ കളിക്കുന്നത്? ദുനിയാവിന്റെ എത്ര കണക്കുകളാണ് നീ കൂട്ടുന്നത്? ഒരു മനുഷ്യന്റെ മേൽ ബാധ്യതയാണ്, ഒരു മനുഷ്യന്റെ മേൽ കടമയാണ്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങൾ, 114 സൂറത്തുകൾ, 6000-ൽ പരം ആയത്തുകൾ ഓതേണ്ട ബാധ്യത ഓരോ ചെറുപ്പക്കാരന്റെയും ഓരോ ചെറുപ്പക്കാരിയുടെയും മേൽ ബാധ്യതയാണ്. ഒരാളുടെ കണ്ണ് തുറക്കണമോ, ഒരാളുടെ ജീവിത ശൃംഖലകൾ എളുപ്പമാകണമോ, അവന്റെ ജീവിതത്തിന്റെ വഴി എളുപ്പമാകണമോ, സ്വർഗത്തിലേക്കുള്ള പാത അവന്റെ മുന്നിൽ തെളിഞ്ഞു കിടക്കണമോ, പരിശുദ്ധ ഖുർആൻ ദിവസം തോറും കുറഞ്ഞതൊരു 100 ആയത്തെങ്കിലും ഓതേണമേ. നാളെ ഖുർആൻ പാരായണം നടത്താത്തവർ മരിച്ചുപോയാൽ, ഖുർആൻ ഒരിക്കലെങ്കിലും പൂർത്തിയാകാതെ മരിച്ചുപോയാൽ, നാളെ യജീഉൽ മുസ്ഹഫ് പടച്ച റബ്ബേ ഹറഖൂനി വമസ്സഖൂനി, അല്ലാഹുവേ എന്നെ കരിച്ചു കളഞ്ഞവനാണ്, എന്നെ കീറിക്കളഞ്ഞവനാണ്, ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പിച്ചി ചീന്തിയവനാണ്. ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൊബൈലിലല്ലയോ അശ്ലീല ചിത്രങ്ങളും നീ ഒളിപ്പിച്ചു വെച്ചത്? ആ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന അതേ ടച്ചിലല്ലയോ പരിശുദ്ധ ഖുർആനും നീ ടച്ച് ചെയ്യുന്നത്? ആ ഖുർആൻ ഒളിപ്പിച്ചു വെച്ച മൊബൈൽ കൊണ്ടല്ലേ നീ ബാത്റൂമിലേക്ക് പോകുന്നത്? അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകൾ അത് നരകത്തിലേക്കാണ് മോനെ നിന്നെ കൊണ്ടുപോവുക. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലയോ, ആരൊരാൾ ഖുർആനിനെ ബഹുമാനിച്ചാൽ, ആരൊരാൾ ഖുർആനിനെ മാനിച്ചാൽ, ഖുർആനിന് അവൻ മുൻഭാഗത്ത് സ്ഥാനം നൽകിയാൽ ആ ഖുർആൻ അവനെ നേരെ സ്വർഗത്തിലേക്ക് നയിക്കുമത്രേ. മറിച്ച് ആരൊരാൾ ഖുർആനിനെ പുറം ഭാഗത്തേക്ക് തള്ളിക്കളഞ്ഞാൽ, അതായത് ഖുർആനിനെ പരിഗണിക്കാതെ, ഖുർആനിനെ ഒളിവില്ലാതെ എടുക്കൽ, ഖുർആനിനെ വേണ്ടാതോടുകൂടി അതിനെ പരിചരിക്കാതെ വരുമ്പോ, ഖുർആനിന്റെ ഓരോ ആയത്തുകളെ ശ്രദ്ധിക്കാതെ വരുമ്പോ, ഖുർആനിന്റെ ആയത്തുകളെ പാരായണം ചെയ്യാതെ അത് മറന്നു പോകുമ്പോ, ആ ഖുർആനിന്റെ പിന്നിലായി ആ ഖുർആൻ നിന്നെ തള്ളി നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഖുർആൻ നമുക്കെതിരെ നാളെ സാക്ഷി പറയുമത്രേ. അല്ലാഹു അക്ബർ. മസ്ജിദും ഖുർആനും, മസ്ജിദും ഖുർആനും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇദാ സഖറഫ്തും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും കമാ ഖാല റസൂലുള്ളാഹി. പള്ളികൾ മോടി പിടിപ്പിക്കുകയും, പള്ളികൾ മോടി പിടിപ്പിക്കുക. പള്ളി 3 കോടി രൂപ പാങ്ങ്, നല്ല പാങ്ങ് കണ്ടു നോക്കുന്നു. ഉസ്താദ് ഞങ്ങളുടെ പള്ളിയിലൊന്ന് കയറി നോക്ക്, 2 റക്അത്ത് നിസ്കരിക്കും ഉസ്താദേ. നല്ല പള്ളിയിലൊന്ന് കയറി, പള്ളി എങ്ങനെയുണ്ട്? നിലമ്പൂർത്തേക്ക് മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, എന്താ റാഹത്ത്, എന്ത് രസം കാണാൻ.
അതാണ് എല്ലാവരും ഫഖറടിക്കുകയാണ്. മുസ്ഹഫുകളോ ഉസ്താദേ, ഇത് മദീനയിൽ കൊണ്ടുവന്ന മുസ്ഹഫ്, ഇത് മക്കയിൽ കൊണ്ടുവന്ന മുസ്ഹഫ്, ഇത് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്ന മുസ്ഹഫ്. മുസ്ഹഫ് മുഴുവനും അടുക്കി വെച്ചിരിക്കുക, തുറന്നിട്ടില്ല. തുറക്കല്ലേ, മദീനയുടെ ബർക്കത്ത് പോവും, മക്കയുടെ ബർക്കത്ത് പോവും, ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസിന്റെ ബർക്കത്ത്. തുറക്കല്ലേ. അത് അങ്ങനെ തന്നെ അട്ടിയടിക്കി നല്ല ബൈൻഡിട്ട്, നല്ല സ്വർണത്തിന്റെ കളറുള്ള ബൈൻഡ് ഉറകളിൽ ഖുർആൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. വീടുകളിലോ ഷോക്കേഴ്സിലോ ഖുർആൻ നല്ല സ്വർണത്തിന്റെ കവറുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഖുർആൻ റൈഹാനിൽ ഇങ്ങനെ കൊണ്ട് ഖുർആൻ തുറന്നു വെച്ചിരിക്കുക, എപ്പോഴും ഒരു രസത്തിന് വേണ്ടിയാക്കി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, ഇദാ സഖറഫ്തും മസാജിദകും, നിങ്ങളുടെ പള്ളികൾ മോടി പിടിപ്പിക്കുകയും വഹല്ലൈതും മസാഹിഫകും, കേവലം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ, ഖുർആൻ ഓതാതെ, കേവലം അതൊരു സൂക്ഷിപ്പ് മുതൽ പോലെ, ഒരു പുരാവസ്തുവെ പോലെ അത് കാണാനും അത് കണ്ട് രസിക്കാനും നീ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ ഫദ്ദിമാറു അലൈക്കും, അന്ന് രക്തച്ചൊരിച്ചിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി ശരിയല്ലേ? രക്തച്ചൊരിച്ചിലുകൾ. ഉദാഹരണത്തിലേക്ക് ഞാൻ പോയ ഒരുപാട് ഭാഗത്തേക്ക് പോകണം. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ കുഞ്ഞുമക്കളെയും പെൺമക്കളെയും കുഞ്ഞുമക്കളെയും ഉമ്മമാരെയും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന, മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെയും തള്ളയും വെടിവെച്ചു കൊന്നിടുന്നു. രക്തച്ചൊരിച്ചിൽ അധികരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തദ്ഹബി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെടുകയില്ല, നശിക്കുകയില്ല. ഇതുവരെ ഖിയാമത്തിന്റെ അടയാളത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ വലൽ മഖ്തൂലു ഫീമ ഖുതിൽ. ഒരാളെ കൊല്ലുമ്പോൾ എന്തിനാണ് നീ അവനെ വധിച്ചത്, എന്തിനാണ് നീ അവനെ കൊന്നുകളഞ്ഞത്, അവന് പോലും അറിയില്ല, കൊലയാളിക്ക് പോലും അറിയില്ല എന്തിനാണ് ഇന്നവനെ വധിച്ചു കളഞ്ഞത്. വധിക്കപ്പെട്ടവൻ എന്തിന്റെ പേരിലാണ് വധിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവർ വധിക്കപ്പെടുകയാണ്. ബുദ്ധിയുള്ളവരാണ്, കമ്പ്യൂട്ടറിലൂടെ കളിക്കുന്നവരാണ്. ബുദ്ധിയില്ലായ്മയല്ല, മന്ദബുദ്ധികളല്ല. കേവലം ഒരു കാമുകിക്ക് വേണ്ടി, കേവലം ഒരു സുഖത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെയും സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെയും അമ്മയെയും സ്വന്തം ബീജത്തിൽ ജനിച്ച 10 മാസം ചുമന്നുകൊണ്ട് നടന്ന, കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച പിഞ്ചോമനയെയും കൊന്നുകളയാനുള്ള ഓർഡർ ഇടാൻ പോലും ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളെ ചങ്കൂറ്റം കാണിക്കുമ്പോ, ഈ അടുത്ത സമയത്ത് തന്റെ കാമുകന് വേണ്ടി ഭർത്താക്കന്മാരെ പോലും കൊന്നുകളഞ്ഞില്ലയോ? എന്തിനാണ് കൊന്നത്? അറിയില്ല. കൊന്നുകഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയുമോ? സ്വസ്ഥമായി കാമുകന് ജീവിക്കാൻ കഴിയുമോ? ഇല്ല, അത് സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോളെ കൊല്ലാൻ ഈ സമുദായത്തിന് എങ്ങനെയാണ് മനോധൈര്യമുള്ളത്? ആരാണ് അവർക്ക് മനോധൈര്യം പകർന്നു കൊടുത്തത്? എന്തിനാണ് പൊന്നുമോളെ, എന്തിനാണ് കുഞ്ഞുമോളെ, എന്തിനാണ് നീ വധിക്കപ്പെട്ടത്? കൊച്ചുമക്കള് പാല് കുടിച്ചു കഴിയുന്ന കുഞ്ഞുമക്കള് അതാ വെട്ടേറ്റ് മുറിവേറ്റ് കട്ടിലിന്റെ താഴെ ചോരയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്നത് കാണുമ്പോ ആ കുഞ്ഞുമക്കളെ നോക്കിയിട്ട് എന്തിനാണ് വധിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആരാണതിന് മറുപടി പറയുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ആർക്കും അതിന് ഉത്തരമില്ല. ആ കാലഘട്ടം വരാതെ ലാ തദ്ഹബി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെടുകയില്ല. ലാ തഖൂമുസ് സഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. കൊല അധികരിക്കും. ഇഷ്ടം പോലെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തിനു വേണ്ടിയാണ്? സോഷ്യൽ മീഡിയകളിലൂടെയാണ്. ഇടുക്കി ജില്ലയിൽ 4 വയസ്സുകാരിയായ പൊന്നുമോളെ 10 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത്. ആരാണ് മോനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസ് ചോദിക്കുമ്പോ, എന്റെ ഉപ്പ, എന്റെ അച്ഛൻ വാങ്ങിത്തന്ന മൊബൈലിലൂടെ കണ്ട അശ്ലീലങ്ങളാണ്. അതിലൂടെ എന്റെ അച്ഛൻ വാങ്ങിത്തന്ന ടിവിയിലൂടെ സിനിമാ സ്റ്റൈലിൽ കൊല ചെയ്യപ്പെടുന്നത് കണ്ടപ്പോ എനിക്കും ഒരു ബോധി തോന്നിപ്പോയി, എനിക്കും ഒരാഗ്രഹം തോന്നിപ്പോയി. ഈ 4 വയസ്സുകാരിയായ പൊന്നുമോൾ ഇടുക്കി
ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് നെടുങ്കണ്ടം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ വന്നപ്പോ ആ പൊന്നുമോളെ തന്റെ അമ്മയെ പോലും പരിഗണിക്കാതെ ആ പൊന്നുമോളെ കൊന്നിട്ട് അവളെ മാരകമായി പീഡിപ്പിച്ചിട്ട് അവളുടെ മൃതശരീരം മരത്തിന്റെ പൊത്തിലേക്ക് ഒളിപ്പിച്ചു വെക്കാൻ അതിലേക്ക് നയിച്ചത് സോഷ്യൽ മീഡിയ അല്ലയോ? തന്റെ മക്കളോട് ചോദിക്കുകയാണ്, ഫീമ ഖുതിൽ